കണ്ണടച്ചു കിടക്കൂ, ഒരു സർപ്രൈസ് തരാം. മാവേലിക്കരയിൽ നക്ഷത്ര എന്ന 6 വയസ്സുകാരെ മരണത്തിലേക്ക് തള്ളിവിടാൻ അച്ഛൻ ശ്രീ മഹേഷ് പ്രയോഗിച്ച വാക്കുകളാണിത്. കുഞ്ഞുമകളെ മഴു ഉപയോഗിച്ച് വെട്ടി ക്രൂരമായി കൊലപ്പെടുത്തിയതിന്റെ കുറ്റബോധം മൂലമോ എന്തോ ശ്രീ മഹേഷ് ഇന്നലെ സ്വയം ജീവനൊടുക്കി. തനിക്കുള്ള ശിക്ഷ താൻ തന്നെ നിശ്ചയിച്ചു കൊള്ളാം എന്നതായിരുന്നു മഹേഷിന്റെ എന്നത്തെയും സമീപനം. വിചാരണയ്ക്ക് ശേഷം തിരുവനന്തപുരത്തെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇന്നലെ വൈകുന്നേരമാണ് മഹേഷ് ജീവനൊടുക്കിയത്. പഴുതടച്ച അന്വേഷണത്തിൽ തനിക്ക് രക്ഷപ്പെടാനാവില്ലെന്ന തിരിച്ചറിയലും കുഞ്ഞുമകളെ കൊന്ന കുറ്റബോധവും മഹേഷിനെ സ്വയം ജീവനെടുക്കാൻ പ്രേരിപ്പിച്ചതാവാം. കഴിഞ്ഞ ജൂൺ 7-നാണ് കേരളത്തെ നടുക്കി 6 വയസ്സുകാരി നക്ഷത്രയെ മഹേഷ് മഴു കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തിയത്. മകളെ കൊല്ലാൻ മൂർച്ചയേറിയ മഴു പ്രത്യേകമായി മാവേലിക്കരയിൽ തന്നെ മഹേഷ് പണിയിച്ചെടുപ്പിക്കുകയായിരുന്നു. വീട്ടിൽ മരം വെട്ടുന്നതിന് വേണ്ടി മഴു ഉണ്ടാക്കി തരണമെന്നാവശ്യപ്പെട്ടാണ് മഹേഷ് മഴു ഉണ്ടാക്കിച്ചത്. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയാണ് മഹേഷ് കൃത്യം നടത്തിയത്. ടാബ് എടുത്ത് കയ്യിൽ കൊടുത്ത് കളിച്ചുകൊള്ളാൻ പറഞ്ഞു. പിന്നീട് സോഫയിൽ ചെരിഞ്ഞു കിടക്കാൻ മഹേഷ് ആവശ്യപ്പെട്ടു. അച്ഛന്റെ വാക്ക് കേട്ട് കുട്ടി കണ്ണടച്ച് കിടക്കവേ കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്ന മഴു ഉപയോഗിച്ച് മഹേഷ് മകളുടെ കഴുത്തിൽ ആഞ്ഞു വെട്ടുകയായിരുന്നു. സംഭവം നടക്കുന്നതിന് 1.5 വർഷം മുൻപാണ് മഹേഷിന്റെ ഭാര്യ വിദ്യ ജീവനൊടുക്കിയത്. പുനർവിവാഹം നടത്താൻ പദ്ധതി ഉണ്ടായിരുന്നു മഹേഷിന്. ആലോചിച്ചുറപ്പിച്ച വിവാഹത്തിൽ നിന്ന് ഒരു യുവതി പിന്മാറിയതിനു ശേഷം ശ്രീ മഹേഷ് കടുത്ത നിരാശയിലായിരുന്നുവെന്നാണ് വിവരം. തന്റെ പുനർവിവാഹത്തിന് മകളാണ് തടസ്സമെന്ന് കണ്ടതോടെയാണ് കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. ബഹളം കേട്ട് ഓടിയെത്തിയ സ്വന്തം മാതാവിനെയും ഇയാൾ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ശ്രീ മഹേഷ് 2ാമത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. എന്നാൽ മഹേഷിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ട് ഇവർ വിവാഹത്തിൽ നിന്ന് പിന്മാറി. ഇവരെ ജോലി സ്ഥലത്തടക്കം ചെന്ന് ശ്രീ മഹേഷ് ശല്യപ്പെടുത്തിയിരുന്നതായാണ് വിവരം. മഹേഷിനെതിരെ ഇവർ പരാതി നൽകുകയും പോലീസ് ഇതിന് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇയാൾ നിരാശയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. സ്വന്തം അമ്മ സുനന്ദയെയും കൊല്ലാനായി മഹേഷ് പദ്ധതി ഇട്ടിരുന്നതായാണ് വിവരം. അടുത്തിടെ ഇയാൾ കൗൺസിലിംഗിന് വിധേയനായതായും പോലീസ് കണ്ടെത്തിയിരുന്നു. സാക്ഷി വിസ്താരം ജനുവരി 16-ന് ആരംഭിക്കാനായി കേസ് കോടതി മാറ്റിയിരിക്കെയാണ് മഹേഷ് ജീവനൊടുക്കിയത്. കോടതിയിൽ കുറ്റപത്രം വായിച്ചപ്പോൾ മഹേഷ് നിസ്സംഗനായി നിന്ന് അത് കേട്ടുവെന്നാണ് പോലീസ് അറിയിക്കുന്നത്. കോടതിയിൽ ഇയാൾ കുറ്റം നിഷേധിക്കുകയും ചെയ്തിരുന്നു.